1.5 കോടി രൂപയുടെ വൻ നിക്ഷേപ പ്രഖ്യാപനവുമായി ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ സമാപിച്ചു. നിക്ഷേപ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് സമാപന വേദിയിൽ മന്ത്രി വ്യക്തമാക്കി. ഉദ്ഘാടന വേദി പോലെ തന്നെ പ്രൗഢഗംഭീരമായിരുന്നു ഉച്ചകോടിയുടെ സമാപന വേദിയും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആഗോള നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. People who are assembled here, not only from the different parts of India, different parts of the world, who are connected with the world industrial and investment atmosphere is here. So you are well known. People who are investing in a state, in a place, will study better than any one of us because they want to get back the money which they are investing. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ തുറന്നു കാട്ടുന്നതായിരുന്നു ഉച്ചകോടിയെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി പി രാജീവ് പറഞ്ഞു. 374 നിക്ഷേപകരുടേതായി 1,52,900 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചതായും മന്ത്രി അറിയിച്ചു. Our objective is to ensure confidence among the investor community and to showcase the potential of the state to the world. I am sure Kerala is more visible to the world for its investment potential. That is the achievement of this summit. ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ഭാരത് ബയോടെക് എം.ഡി. കൃഷ്ണ എല്ല മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രശംസിച്ചു. ഉച്ചകോടിയിലുടനീളമുള്ള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും നിക്ഷേപകർക്ക് ഇത് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസും ചടങ്ങിൽ പങ്കെടുത്തു. പ്രതീക്ഷിച്ചത് 1 ലക്ഷം കോടി, കിട്ടിയത് 1.5 ലക്ഷം കോടി. ഈ ഉച്ചകോടി വിജയമെന്ന് സർക്കാരിന് അവകാശപ്പെടാൻ മറ്റെന്ത് കണക്ക് വേണം? സാലിം മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.